Good morning. Good morning. And good evening. Good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. I believe you are doing well. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കേണ്ട ഒരു കാര്യമാണ് a cheerful heart is good medicine. The most essential aspect that is needed in our life is a merriful heart does good medicine. സദൃശവാക്യം 17:22 പഠിക്കുമ്പോൾ When we read Proverbs 17 verse 22, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. a merriful heart is a good medicine. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. But a broken spirit dries the bones. അവൻ നമുക്ക് എപ്പോഴാണ് സന്തുഷ്ട ഹൃദയത്തിൽ ഇരിക്കാൻ കഴിയുന്നത്? When can we stay in a state of merriness? ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമായി മാറും. When Jesus, whose life comes into our life life becomes merriful. അത് നമ്മുടെ ജീവിതത്തെ അനുദിനം പുഷ്ടിയിലേക്ക് കൊണ്ടുവരും. It brings our life into health. നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങിയ സാഹചര്യങ്ങൾ വഴിമാറിപ്പോകും. May every dry situations be removed from your life. സന്തുഷ്ട ഹൃദയം ആഗ്രഹിക്കുന്നവർ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഹൃദയത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം പരമാനന്ദമായി മാറും. When a person who desires a joyful heart, when they receive Jesus into their life, your life becomes joyful. ആര് എപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അവരുടെ ജീവിതം മുഴുവൻ മാറി മറിയുവാനിടയായി തീർന്നിട്ടുണ്ട്. Whoever encountered Jesus, their life had been transformed into a joyful thing. ആമേൻ. സക്കായി എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിനെ കാണുവാൻ വളരെ ആഗ്രഹിച്ചു. Zacchaeus desired to see Jesus. അവൻ യേശുവിനെ കാണുവാൻ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി. He went up a tree to look at Jesus. എന്നാൽ യേശു അതിന്റെ താഴെ വന്നിട്ട് സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന് പറയും. That Jesus went underneath the tree and called Zacchaeus to come down. അവൻ യേശു അവന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. Jesus went to his house. അവന്റെ ജീവിതം മുഴുവൻ മാറി. His life was transformed. അവന്റെ സ്വഭാവം മാറി. His character changed. ആമേൻ. അവന്റെ ജീവിത ശൈലികൾ മാറി. His lifestyle changed. ഒരു സന്തുഷ്ട ഹൃദയം ആമേൻ സക്കായിയുടെ ജീവിതത്തിലേക്ക് വന്നു. Into Zacchaeus' life, a joyful heart came into his life. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തുഷ്ട ഹൃദയം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, if you desire a joyful heart, ആമേൻ, നിങ്ങൾ യേശുവിനെ കർത്താവുമായി സ്വീകരിക്കണം. you have to accept Jesus as your savior. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, when you accept him as the Lord and Savior, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും കഴുകിക്കളയും. every of your sins will be washed away. നിങ്ങൾ ഏത് വലിയ തെറ്റിലകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, how much ever problems you are in the midst of, നിങ്ങൾ യേശുവിന്റെ കാൽവരി രക്തത്താൽ കഴുകപ്പെടും. you will be washed by the blood of Jesus. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അടിസ്ഥാനം ഉണ്ടാകും. a new foundation is placed in your ഒരു life. പുതിയ ലൈഫ് ജീവിതം നിങ്ങളിലേക്ക് വരും. a new life enters into you. ആമേൻ. സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാണ്. A merry heart does good like a medicine. A cheerful heart is good medicine, but a crushed spirit dries up the bones. A merry heart does good like medicine, but a broken spirit dries the bones. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തുഷ്ട ഹൃദയം യേശു നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റായി തരാം. In your life, God is ready to give a cheerful heart as a gift into your life. എത്ര പേർക്ക് ആ cheerful heart ആഗ്രഹിക്കുന്നു? How many of you desire the cheerful heart? യേശുവിന് മാത്രമേ അത് തരാൻ പറ്റൂ. Only Jesus can provide you that. ആമേൻ. യേശു കാൽവരിയിൽ മരിച്ചത് നമ്മുടെ ജീവിതം സന്തുഷ്ട ഹൃദയമാക്കാനാണ്. Jesus died on the cross to turn our life into cheerful. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Heavenly Father, ഈ ജനത്തെ ബ്ലസ് ചെയ്ത് bless these people. അങ്ങയുടെ കരം നീട്ടണമേ. Stretch out your hand. ഒരു സന്തുഷ്ട ഹൃദയം ഇപ്പോൾ ഈ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ കൊടുക്കണമേ. Give to everyone who's praying a cheerful heart. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. Transform their life. അങ്ങ് ഈ ജനത്തെ അനുഗ്രഹിക്കണം. Lord, you bless them. ബ്ലസ് ചെയ്ത്. We bless them. ആമേൻ. Amen. God bless you. I love you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you.